നിന്ന് 18-ാം പടി കയറി പോകുന്ന ചരിത്രമില്ലേ? അവിടെ ബാബർ സ്വാമിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യപ്പൻ എന്ന് പറയുന്നവർ ബാബർ സ്വാമിയുടെ അടുക്കലേക്ക് എന്തിന് വന്നതാണ്? കാട്ടിൽ നരിപ്പാലിന് വേണ്ടി പോയതാണ്. അപ്പോഴാണ് ബാബർ സ്വാമിയെ കാണുന്നത്. ബാബർ സ്വാമി കാര്യം അന്വേഷിച്ചു. നരിപ്പാല് വേണമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ നരീനെ വിളിച്ചു. അയ്യപ്പനോട് നരിപ്പുറത്ത് കയറി നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അമ്മക്ക് വേണ്ടത് എന്താണ്? അച്ഛന് ശേഷം അനുജൻ രാജാവാകലാണ്. അതിനെ അയ്യപ്പൻ അമ്മയോട് പറയുന്നു, അമ്മ ഇനി ഞാൻ ഇവിടെ രാജഭരണത്തിനില്ല, ഞാൻ ഇവിടെ ഒരു ഭരണത്തിനുമില്ല, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ബാബർ സ്വാമിയെ കാണണം, ബാബറിന്റെ കൂടെ കൂടണം. ആ ബാബർ അയ്യപ്പന്റെ ഒരു ദിക്റ് കൊടുത്തു. ഐഫൺ മൈഫൺ അല്ലാഹുക്കാ, ഐഫൺ മൈഫൺ അല്ലാഹുക്കാ. ഇതൊരു ഫാരിസിയായ ഭാഷയാണ്. ഈ ഐഫൺ മൈഫൺ എന്ന ദിക്റാണ് അയ്യപ്പൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനുണ്ടായ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ആ നരിയെ വിളിച്ചു നരിപ്പുറത്ത് കയറി അമ്മയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ബാബർ സ്വാമി ഈ അയ്യപ്പനെ പ്രേരിപ്പിച്ചുവെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ നരി ഓടി വന്നു. എന്തുകൊണ്ട് നരി ആരെയും ആക്രമിച്ചില്ല? അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഒരു വലിയ, ഞാൻ പറഞ്ഞു, അവർക്ക് പിന്നെ അവരില്ലല്ലോ, പിന്നെ റബ്ബ് മാത്രമാണല്ലോ. അപ്പൊ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ലല്ലോ, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷൻ ഇല്ലല്ലോ. എന്തുവാണ് ഇതിനൊക്കെ മറുപടി പറയുക? നരിപ്പാല് വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുത്ത ആളായിരുന്നു അത്രേ വാവരസ്വാമി. എന്ത് ഈ പറയുന്നേ? ഇങ്ങനത്തെ കുറച്ച് വിഡ്ഢികൾ ഉള്ളത് കൊണ്ട് ഈ മതം എന്താണ് എന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇവരുടെ പൊട്ടത്തരങ്ങൾക്ക് ലിമിറ്റുകളില്ല എന്നവർക്ക് മനസ്സിലായി. നമസ്കാരം. 2014 ഐസിസ് പ്രഖ്യാപിച്ചു മൊസൂളിൽ. അബൂബക്കർ അൽ ബഗ്ദാദിയാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം മൊസൂളിൽ ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഇന്നത് ഇവിടുത്തെ ഖലീഫയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ ഒരൊറ്റ മനുഷ്യന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. അത് അബുൽ അഅ്ല മൗദൂദിയുടെ പേരായിരുന്നു. പിറ്റേന്നത്തെ എല്ലാ പത്രങ്ങളും, ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ ഹെഡ് അബുൽ അഅ്ല മൗദൂദി. അപ്പോ ഇത് ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞല്ലേ? ഭരണാധികാരിയുമായി, ഖലീഫ കുപ്പായവുമായി, ദേശീയ ഗാനവുമായി, മന്ത്രിമാരും എല്ലാം റെഡിയായി. ശ്രദ്ധിച്ചോ? പ്രഖ്യാപനത്തിൽ ഒരൊറ്റ മനുഷ്യന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. അത് അബുൽ അഅ്ല മൗദൂദിയുടെ പേരായിരുന്നു. പിറ്റേന്നത്തെ എല്ലാ പത്രങ്ങളും, ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തു. മൗദൂദിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഖിലാഫകൾ സ്ഥാപിക്കുന്നതും ഇവിടുത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്യൽ അനുവദനീയമാണ്, കൊല ചെയ്തേ പറ്റൂ എന്നും പറയുന്നത് എന്ന് പറയാൻ അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾക്ക് ആരാണ് പ്രചോദനം നൽകിയത്? അതിന്റെ പേരാണ് മൗദൂദിസം, അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇത്തരം വൃത്തികേടുകളൊക്കെ. ഇന്ന് നമ്മളെ നാട് അനുഭവിക്കുന്ന, ഇന്ത്യ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കശ്മീരിലെ പ്രശ്നമാണ്. കശ്മീരിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ എന്നാണ് ഉടലെടുത്തത്? ജനറൽ സിയാഉൽ ഹക്കിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ചെറിയൊരു സ്വാധീനം കിട്ടിയ കാലഘട്ടം മുതലാണ് കശ്മീരിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെടുന്നത്. ഇത് പറയുമ്പോൾ അവർ പറയും കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഒന്ന്, അതുപോലെ ബംഗ്ലാദേശിൽ മറ്റൊന്ന്, പാകിസ്ഥാനിൽ മറ്റൊന്ന്, കേരളത്തിൽ മറ്റൊന്ന്, ഇങ്ങനെ പലയിടത്തും വേറെ വേറെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ അവർ തന്നെ ഇതൊക്കെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് പണ്ട് തന്നെ അവർ എഴുതി വെച്ചു. അവർ എഴുതുന്നത് കാണുക, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ പരിമിതമായ ഒരു പ്രസ്ഥാനമല്ല. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇതേ പേരുമുള്ള 6 സംഘടനകളുണ്ട്. സ്വന്തമായ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ഭിന്നമായ നയപരിപാടികളോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെ എല്ലാം ആദർശവും ലക്ഷ്യവും ഒന്നാകുന്നു.
സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന ഉസ്താദ്മാരുടെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ സ്വർഗത്തെ സുഖ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഹൂറികൾ, മദ്യം, മീനിന്റെ പൊരിച്ചമീനിന്റെ മുട്ട, അല്ലെങ്കിൽ അവിടുത്തെ മുറിയുടെ വലിപ്പം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന പൊട്ടത്തറൊക്കെ വിളിച്ചു പറയുന്ന ഉസ്താദ്മാരുടെ പ്രസംഗങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഉമർ ഫാറൂഖ് സഹാബി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം കാന്തപുരത്തിലെ ആൾക്കാരാണ് തോന്നുന്നത്. അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. ഇസ്ലാമിൽ എല്ലാവരും ഒരേപോലെയാണ് എന്നവര് ചുമ്മാ മേലിനടിച്ചെങ്കിലും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഒരുപാട് വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളൊക്കെ ഉള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കളക്ടർ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നാണ് കാണാൻ പറ്റുന്നത്. അദ്ദേഹം നിരവധി പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതുപോലെ IS-നെയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തള്ളി പറയുന്ന ഒരു ഇസ്ലാം മത പുരോഹിതനായിട്ട്, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഉസ്താദിൽ നിന്നിട്ട് പരസ്യമായിട്ട് ഒരു വേദിയിൽ നിന്ന് തള്ളി പറയുന്ന കാഴ്ചയൊക്കെ വളരെ അപൂർവമാണ്. മാത്രമല്ല നമ്മുടെ സുഡാപ്പികളൊക്കെ എപ്പോഴും പോസ്റ്റ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ IS-നെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തയുടെ താഴെ അവർ എപ്പോഴും സ്ഥിരമായിട്ട് ന്യായീകരണ ക്യാപ്സൂളായിട്ട് വിതരണ ചില സംഗതികളുണ്ട്. IS ഉണ്ടാക്കി വിട്ടത് തന്നെ, പടച്ചു വിട്ടത് തന്നെ ജൂതനാണ്, അമേരിക്കയാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത്, അത് അവരുടെ സൃഷ്ടിയാണ് എന്ന തരത്തിൽ പറയുമ്പോൾ ഇവിടെ ഈ അദ്ദേഹം പറയുന്നത്, വ്യക്തമായിട്ടും പറയുന്നത് അൽ ബാഗ്ദാദിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് വർഷവും തീയതിയും മാസവും ഒക്കെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അൽ ബാഗ്ദാദി ഈ IS രൂപീകരിച്ചതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരൊറ്റയാളെ മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ. അയാളുടെ പേര് മൗദൂദി എന്നായിരുന്നു. മൗദൂദിയുടെ സംഘടന ആണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ പറ്റി പറയുമ്പോൾ ഇത് ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇന്ത്യയിലുമുള്ള സംഗതിയാണ്. എനിക്ക് ഇയാളെ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇയാളെ വളരെ കൗതുകത്തോടെ ഞാൻ കേട്ട ഒരു ഭാഗം, ഇയാൾ നമ്മുടെ നാടിന്റെ, ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാടിന്റെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ വിഷയമായിട്ട് കാണുന്നത് കാശ്മീർ പ്രശ്നത്തെയാണ്. അപ്പം 24 മണിക്കൂർ മതം പൊരുതി ജീവിക്കുന്ന ഒരു ജീവിച്ച് അല്ലെങ്കിൽ ജീവിയെ പോലെ ഒരു ഉസ്താദിന് ഒരിക്കലും നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതേ ആത്മാർത്ഥയോടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു മുസ്ലിം മത വിശ്വാസി, അറിവുള്ള ഒരു വിശ്വാസി എന്ന തലത്തിലാണ്. അദ്ദേഹം IS ഉണ്ടായതും ആ IS എങ്ങനെ ഉണ്ടായിരുന്നും ആരിൽ നിന്ന് പ്രചോദനം ഉണ്ടായി ഉൾക്കൊണ്ടാണ് അത് ഉണ്ടാക്കിയതെന്നും അതിന്റെ എന്താ പറയാ, അത് സൃഷ്ടിച്ച ആള് തന്നെ പറയുന്നത് കോട്ട് ചെയ്ത് അദ്ദേഹം പറയുന്നു. ഇനിയാണ് കേരള സമൂഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കേണ്ട വാക്കുകൾ. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ ഇവിടുത്തെ കേരള സമൂഹവും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ ഒന്നും അത് ചർച്ച ചെയ്യില്ല എന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇത് പറഞ്ഞു വെച്ചാൽ എന്താണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് അല്ലെങ്കിൽ മൗദൂദിയാണ് IS-ന്റെ സൃഷ്ടിക്ക് തന്നെ കാരണം. ആരാണ് ഈ മൗദൂദി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി ഭൂഖണ്ഡത്തിൽ തന്നെ 6ഓളം വ്യത്യസ്ത സംഘടനകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിലൊന്ന് കേരളത്തിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലും. കേരളത്തെ മുഴുവനും അടിമുടി പൊതിഞ്ഞിരിക്കുവാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം. അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം, അത് തന്നെയാണ് SDP-യുടെ ആശയം, ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും NDF-ഉം സിമിയും ഇവരെല്ലാവരും ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആശയവും ഇത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവരെ എതിർക്കാൻ അധികം ആളുകൾക്കും സാധിക്കാറില്ല. കാരണം എന്താ? അവരെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ, ഇവിടെ പിടിച്ചു നിന്ന് പോകണ്ടേ. ഇസ്ലാമിക തീവ്രവാദത്തെയോ ഇസ്ലാമിന്റെ പൊട്ടത്തരങ്ങളെയോ വട്ടത്തരങ്ങളെയോ എതിർത്തിട്ട് അധികമൊന്നും നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റൊന്നുമല്ല, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതേ ഉഗ്രരൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അവർക്ക് പലരെയും ഒന്ന് പ്രീണിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഇപ്പോ ഞാൻ മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. ആലുവയിലാണ് ഒരു കവർച്ച നടന്നു. അതിന്റെ അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു. അവിടെ 40 പവനും 8 ലക്ഷം രൂപയും നഷ്ടപ്പെട്ട ഒരു കേസായിരുന്നു. അതിനകത്തൊരു മന്ത്രവാദി അറസ്റ്റിലായി. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഞാനത് പല ആവർത്തികളോട് പറഞ്ഞിട്ടുള്ളതാ. മോഷണമല്ല നടന്നതെന്നും പ്രതിക്ക് സ്വർണവും പണവും കൈമാറിയത് ആ വീട്ടിലെ സ്ത്രീ, അതായത് ഗൃഹനാഥ തന്നെയാണ് എന്നും പോലീസ് കണ്ടെത്തി. ഗൃഹനാഥൻ അറിയാതെ ഭാര്യ ഇത് അയക്കു കൊടുത്തതാണത്രേ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ മോഷണം നടന്നു എന്ന രൂപത്തിൽ ഒന്ന് വരുത്തി തീർത്തു. വീടിന്റെ പൂട്ട് പൊളിച്ചു, അലമാരയിൽ വസ്ത്രങ്ങളൊക്കെ വലിച്ചിട്ടു. ഇരട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ സംഭവത്തിൽ പണവുമായിട്ട് ഉസ്താദ് മുങ്ങി. അങ്ങനെ അൻവർ എന്ന ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. തൃശൂർ സ്വദേശിയാണ് ഈ പ്രതി. ആലുവ സ്വദേശിയായിട്ടുള്ള ഗൃഹനാഥൻ ഇബ്രാഹിമിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്.
വീട്ടുകാരിയുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ മന്ത്രവാദി എന്ന് പറയുന്ന പ്രതി. വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഭിചാര ക്രിയകൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഗൃഹനാഥന്റെ ഭാര്യയെ ഇയാൾ വരുതിയിലാക്കി. തുടർന്ന് മന്ത്രവാദം നടത്തുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് ഈ സ്ത്രീ 40 പവന്റെ സ്വർണവും പണവും ഈ മന്ത്രവാദിക്ക് കൊടുക്കുന്നത്. ഉസ്താദ് മന്ത്രവാദിക്ക് കൊടുക്കുന്നത്. മന്ത്രവാദിയും ഉസ്താദും ഒരാൾ തന്നെയാണ്. ഇബ്രാഹിം പുറത്തു പോയ സമയത്താണ് ഈ സംഭവം. ഇത് മോഷണമാണ് എന്ന് ഭാര്യ ചിത്രീകരിക്കുന്നു. ഇതിനകത്തേറെ രസകരമായ സംഗതി, ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയക്കാരിടപെട്ട് ഈ കേസ് തേച്ചു മായ്ച്ച് കളയാൻ ശ്രമിക്കുന്നു. കാരണം എന്താ? മതത്തിനു മങ്ങലേൽക്കും. ഒന്ന്, ഉസ്താദ് സമൂഹമാണ് പ്രതിസ്ഥാനത്ത്. ഇത് കാണുമ്പോൾ തന്നെ ഇസ്ലാമിനെയാണ് മറ്റുള്ളവർ വിമർശിക്കുന്നത്. ഉസ്താദിന് 40 പവന്റെ സ്വർണം പ്രതിഫലം കൊടുക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുക്കുന്നു. എന്തിനാണ്? സത്യത്തില് ഈ സ്ത്രീയുടെ അവിഹിതമായിരുന്നു ആ മന്ത്രവാദി. വീട്ടില് ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരെ സമീപിക്കുക. ഇന്നലെ ഞാന് ആ കരിപ്പൊടി എന്ന് പറയുന്ന ഖാദർ കരിപ്പൊടി അല്ല, എനിക്ക് ഇന്നലെ പേര് കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിരുന്ന ഒരു സ്ത്രീ ഇരുന്ന് കരയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ? ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നം, കോടികളുള്ളവരാണ്, ഏക്കർ കണക്കിന് ഭൂമിയൊക്കെ ഉണ്ട്. ഇവര് തന്ത്രപൂർവം മതം മാറ്റിയിട്ട് ഈ സ്ത്രീയെ കൊണ്ട് തന്നെ ഭർത്താവിനെ ഒഴിവാക്കിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. അത് കഴിഞ്ഞു. ഭർത്താവിനെ കൊണ്ട് ഭാര്യയെയും തമ്മിലടുപ്പിച്ച് ഒഴിവാക്കിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? നടുക്ക് നിന്ന് ജാഫർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് കൃത്യമായിട്ട് അതിന്റെ ബെനിഫിറ്റ് അടിച്ചെടുത്തു. ഇവരുടെ രണ്ടുപേരുടെയും പേരിലുള്ള സമ്പത്ത് ജാഫർ ഉസ്താദിന്റെ പേരിലാക്കി. ഞാൻ എപ്പോഴും പറയാറില്ല, ഇസ്ലാമിന്റെ പേര് എവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ ബെനിഫിറ്റ് ഇസ്ലാം അടിച്ചെടുത്തിരിക്കും, സംശയമില്ല. ഇസ്ലാമിന്റെ പേരുപയോഗിച്ചു പോയോ അതിന്റെ ബെനിഫിറ്റ് ഇസ്ലാമിന് കിട്ടണം. ഇപ്പോ കാന്തപുരം നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്താ ചെയ്തത്? ഇസ്ലാമിനെ എടുത്തുപയോഗിച്ച് എന്തിനാണ്? ഇസ്ലാം മാനവികമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് അയാൾ എയറിൽ അവിടെ നിൽക്കട്ടെ. ഇന്ന് കർമ്മശാസ്ത്ര നിയമങ്ങളോ ഇസ്ലാമിലെ ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങളോ പുറത്ത് പറയാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളെ പോലെയുള്ള മതം ഉപേക്ഷിച്ച ആളുകൾ കൃത്യമായിട്ട് അത് പുറത്തു കൊണ്ടുവരും. ഇന്ന് പൊതുസമൂഹം ഇവരെന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന വിധി ഇവരെന്ന് പറയട്ടെ. ഒരു സ്ത്രീക്ക് പട്ടിയിൽ കുട്ടി ജനിച്ചാൽ എന്നുള്ള നിയമങ്ങളൊക്കെ ഇവരൊന്ന് പറഞ്ഞു നോക്കട്ടെ. മൃഗഭോഗം ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ടോ എന്നൊന്ന് പറയട്ടെ. അതുപോലെ ഇവർ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ, കറാമത്തുകൾ, മുഅ്ജിസത്തുകൾ, അത്ഭുത സിദ്ധികളൊക്കെ അവർക്കുണ്ട്, ഇവർക്കുണ്ട്, മറ്റവർക്കുണ്ട്. ഇസ്ലാം എയറിലാകാനുള്ള കാരണം എന്താ? കപ്പലുകളുടെ എൻജിൻ ശരിയാക്കുന്ന മരിച്ചുപോയ ഉസ്താദ്. ഇപ്പോ നമുക്കറിയാം മായനാട് സക്കാഫി, നിങ്ങൾ അടച്ചു നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ. മടവൂർ ഷെയ്ഖിന്റെ ഒരു അത്ഭുത സിദ്ധി പൊതു സ്റ്റേജിൽ പറഞ്ഞ സമയത്ത് കണ്ണട വെച്ച് കഴിഞ്ഞാല് വിമാനങ്ങൾ കൂട്ടിമുട്ടുമെന്നൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം കണ്ണട വെച്ചാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടുമെന്ന്. ആ യുവ പണ്ഡിതനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കാന്തപുരത്തിന്റെ ശിഷ്യനായിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയിരുന്നു. എന്താ കാരണം? പൊതുസമൂഹത്തിനു മുമ്പിൽ ഇത് പറഞ്ഞാൽ ഇസ്ലാം എന്താണ് എന്നവര് മനസ്സിലാക്കി പോകും. കറണ്ടില്ല, കാണിച്ചോ? ഇത് വീണതാ, ഡ്രിപ്പ് വീണതാ. അപ്പോ ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ ഇത്തരം വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും പറയാതെയെങ്കിലും ഇരിക്കണം. അറ്റ്ലീസ്റ്റ് ആണും പെണ്ണും കൂടിയിരുന്ന് വ്യായാമം ചെയ്യരുത്, മെക്സവനെതിരെ പബ്ലിക് എന്ത് പറയും? അപ്പോഴും അതിനെ എതിർക്കാൻ ഒരു വിഭാഗം ആളുകൾ വരും രംഗത്ത്.
കാരണം ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കും. പെണ്ണ് പൊതുവേദിയിലേക്ക് കയറരുത്, പെണ്ണ് പേറ് യന്ത്രമാണ്. മനസ്സിലായോ? അപ്പൊ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിലെ നിയമങ്ങൾ ഇന്ന് പുറത്തു പറയാൻ പറ്റില്ല. ഖുർആനും ഹദീസും എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇന്ന് പുറത്തു പറയാൻ പറ്റില്ല. നോളജ് സിറ്റിയിലെ പള്ളിക്ക് മുമ്പില് ഒരു യന്ത്ര ഊഞ്ഞാൽ ഫെസ്റ്റ് നടത്തി. പൊതുസമൂഹം അതിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും ഇവര്? പണ്ഡിതന്മാര് മതം വിറ്റ് ജീവിക്കുവാണ്. ഇപ്പൊ മർക്കസിലാണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് മതത്തെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ജപ്പാനിൽ 40 സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നത്. 4000 പേര് മതം വിടുന്നിടത്താണ്. 4000 ആളുകൾക്ക് മതമേ വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലാണ് 40 പേര് മതത്തിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മതം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇവരാരും ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ വലിയ സംഭവമാണെന്ന് പറയണ്ട. ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇസ്ലാമിലെ സകലമാന നിയമങ്ങളും അറിയാം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എടുത്ത് പബ്ലിക്കിൽ വലിച്ചു കീറുന്നത്. അതുകൊണ്ടാണ് ഞാന് ചില ഉസ്താദുമാരുടെ വിഷയങ്ങളുണ്ടല്ലോ, അതുകൂടി ഞാനിന്ന് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞുതരാം. ഇസ്ലാമിനെ ശരിക്ക് എതിർക്കുന്നതും വിമർശിക്കുന്നതും നമ്മൾ ആരുമല്ല, ഇവര് തന്നെ മതി. ഇസ്ലാമിനെ യുക്തിവാദികൾ താറടിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. ഇസ്ലാമിനെ താറടിക്കുന്നത് നിങ്ങളാണ്. വലിയ മാന പുലി പുലിയല്ല സിംഹം വന്നിറങ്ങിയിട്ട് ആകെ പ്രയാസമായ സമയത്ത് എല്ലാവരും ബേജാറില്ല, സിംഹല്ല ഇറങ്ങിക്കുന്നത്. ഇന്നിപ്പോ അതിനെ പിടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നുമില്ല. മമ്പുറത്തെ തങ്ങളിപ്പാപ്പ അങ്ങോട്ട് വന്നിട്ട് പുലിന്റെ ഈ സിംഹത്തിനോട് പറയുന്നു, കേറണ കൂട്ടിലേക്ക് കയറാൻ സിംഹത്തിനോട് മമ്പുറം തങ്ങളുപ്പാപ്പ മലയാളത്തില് ചൂടായി സംസാരിച്ചു. ഈ സിംഹം പൂച്ചക്കുട്ടിയെ പോലെ മമ്പുറത്തോലെ കാലിന്റെ ചുവട്ടിൽ വന്നിരുന്നതാണ്. എന്നിട്ട് കൂട്ടിൽ കയറി ചരിത്രം പറയുന്നത്. ഇത്രയും വിശ്വസിച്ച നമുക്ക് ഇതുകൂടി വിശ്വസിക്കണ്ടേ? ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാം വിമർശിക്കപ്പെടാനും കാരണം എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അടുത്തത്, അങ്ങനെ മടവൂർ ശൈഖുനയുടെ അടുക്കിലേക്ക് അംശരം അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഒരു വിദ്യാർത്ഥി അതവുള്ള ഒരു മുതഅല്ലിം കയറി ചെല്ലുന്നത് പോലെ വളരെ മര്യാദയിൽ കാലുവെക്കുന്നത് ഭൂമി പോലും അറിയാതെ വലിയ അതവിൽ മടവൂർ ശൈഖുനയുടെ തിരുഹദറത്തിലേക്ക് ശംസുൽ ഉലമ കയറി ചെന്നു. ശംസുൽ ഉലമ കയറി ചെന്നപ്പോൾ മടവൂർ ആ കട്ടിലിനെ കൈവച്ചു, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ ഇരുന്നില്ല. വീണ്ടും പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ. എപ്പോഴും ഇരുന്നില്ല. പിന്നെ പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ. ഇരുന്നില്ല. എങ്കിൽ വന്ന കാര്യം പറഞ്ഞോ. എന്തോ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയാണ്, ശംസുൽ ഉലമ എങ്ങനെയാണോ അങ്ങോട്ട് കയറി ചെന്നത് അതേപോലെ തന്നെ കാലുകൾ പിറകോട്ട് വെച്ചാണ് തിരിച്ചു പോകുന്നത്. മാഷാ അല്ലാഹ്, എത്ര വലിയ ബഹുമാനാണ്, എത്ര വലിയ ആദരവാണ്. അതാണ് ശംസുൽ ഉലമ പിൽക്കാലത്ത് പറഞ്ഞല്ലോ, മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ടത് ഒരു പൂച്ചയാണെങ്കിൽ പോലും അതിനെ ബഹുമാനിച്ചു കൊള്ളണം, ആദരിച്ചു കൊള്ളണം. ശരി, നമുക്ക് കാര്യം മനസ്സിലായി. ഇവരുടെ വിവരക്കേടുകൾ അവസാനിക്കുന്നില്ലല്ലോ.
എന്തുകൊണ്ടാണ് ഇവര് പരിഹസിക്കപ്പെടുന്നത് എന്നിവരറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരു ജാതിയെ, പിശാചിനെ, ഇബ്ലീസിനെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. മറിച്ച് മനുഷ്യനെ പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു വർഗത്തെ സൃഷ്ടിച്ചു. ആ വർഗമാണ് ജിന്ന് വർഗം. ആ വർഗത്തെ സൃഷ്ടിച്ചത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് അള്ളാഹു ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിശാച് അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ. അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ വെച്ചാ പറയുന്നത്. അപ്പൊ പിശാചിനെ വഴി പിഴപ്പിച്ച നരകത്തിന്റെ വക്താവാക്കി മാറ്റിയതാരാ? അള്ളാഹു. എന്നിട്ട് ആ പിശാചിനെ അള്ളാഹുവിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ആ പിശാചിന് മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അനുവാദവും അള്ളാഹു നൽകി. അതിന്റെ ഉത്തരവാദി ആരാ? പടച്ചോൻ തന്നെ. നമ്മുടെ അന്വേഷണങ്ങൾക്ക് വിധേയമല്ലാത്ത രൂപത്തിലാണ്. മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് വിധേയമല്ല മലക്കുകളും ജിന്നുകളുമാണ്. അതുകൊണ്ട് തന്നെ അല്ല, മനുഷ്യനു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ട് ആ വിഭാഗത്തെ കുറിച്ച് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല എന്ന് നേരത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ പടച്ചവൻ ഒരു മഠയനല്ലേ? ഇപ്പോ LKG പഠിക്കുന്ന കുട്ടികളെ ആരെങ്കിലും നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്രിപ്പയർ ചെയ്യിപ്പിക്കോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധിക്കില്ല. കാരണം ആ കുട്ടിയുടെ തല അത്രത്തോളം വികസിച്ചിട്ടില്ല, അതിന്റെ ബ്രെയിന്. അതിനത്രയും ഓർമ്മശക്തിയും നിൽക്കില്ല. LKG കുട്ടിക്ക് അത്രയേ പറ്റും. അപ്പൊ നമുക്ക് ജിന്നിനെ കുറിച്ചും മലക്കിനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു അത് നമ്മളോട് പറയേണ്ട കാര്യമുണ്ടായിരുന്നു. അവ അഭൗതികമായ സൃഷ്ടികളാണ് എന്ന് പറയാം. മനുഷ്യന്റെ അന്വേഷണത്തിന് വിധേയമല്ലാത്ത ജിന്നുകൾ, പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവികമായ വിധിവിലക്കുകൾ സ്വീകരിക്കാം, വിധിവിലക്കുകളെ തള്ളിക്കളയാം. ഈ സ്വാതന്ത്ര്യമുള്ള ആളുകളിൽ ഒരാളെ അള്ളാഹുവിന്റെ കൽപ്പന അനുധാവനം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. അയാളുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന അനുധാവനം ചെയ്യാൻ. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ നൽകും. അള്ളാഹു സൃഷ്ടിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കണം എന്ന് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്ക് ആ സൃഷ്ടി നിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ സൃഷ്ടാവ് ഒരു പോഴനാണെന്ന. അയാളെ അള്ളാഹുവിന്റെ സദസ്സിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്താക്കുന്നതോടുകൂടി അയാളാണ് പ്രഖ്യാപിക്കുന്നത്, ഞാൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമെന്ന്, അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുമെന്ന്. മലക്കുകളോട് അല്ലാഹു ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകൾ സുജൂദ് ചെയ്തു. മലക്ക് വിഭാഗത്തിൽ പെടാത്ത ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അതുകൊണ്ട് ഇബ്ലീസിനെ ചവിട്ടി അള്ളാഹു പുറത്താക്കി. 9ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു. 10ാം ക്ലാസ്സുകാരെ പുറത്താക്കിയിട്ട് എന്താ കാര്യം? അള്ളാഹുവിന് ചിലപ്പോ അത്രയ്ക്കുള്ള ബുദ്ധിയെ ഉള്ളായിരിക്കും. ശരി, പ്രലോഭിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു, അങ്ങനെ ചെയ്താലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുന്ന ആളുകളെ ഒരു രൂപത്തിലും വഴിതെറ്റിക്കാൻ നിനക്ക് സാധ്യമല്ല. ഒരു രൂപത്തിലും വഴിതെറ്റിക്കാൻ കഴിയില്ല. നീ എന്നിട്ട് മുഹമ്മദ് നബിയെ വരെ വഴി തെറ്റിച്ചല്ലോ പിശാച്. ഖുർആനിനകത്ത് വരെ പിശാചിന്റെ വെളിപാട് വന്നല്ലോ. കുറച്ചു കാലം അള്ളാഹുവിന്റെ ദൈവിക വെളിപാട് നിന്നു പോയപ്പോ നബിക്ക് വലിയ ഒരു ഗുഹയുടെ മുകളിൽ കയറിയിട്ട്, ഒരു പാറപ്പുറത്ത് കയറിയിട്ട് അടുത്തങ്ങ് ചാടിയാലോ എന്നൊക്കെ തോന്നിപ്പോയി എന്നാണ് ചരിത്രങ്ങള്. പ്രവാചകനെ സംബന്ധിക്കുന്ന ഹദീസുകളിലും പ്രവാചക ചരിത്ര പുസ്തകങ്ങളിലും ഇതൊക്കെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പാടുണ്ടോന്ന്? പക്ഷേ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുന്ന ആത്മാർത്ഥമായ വിശ്വാസികൾ, മുത്തഖികൾ, അവരെ മുഹമ്മദ് നബി മുത്തഖി അല്ല എന്ന് മനസ്സിലായി അല്ലേ? ശരി, അവരെ സത്യമാർഗത്തിൽ നിന്ന് കൊണ്ടുപോകാൻ, അവരെ അധർമ്മകാരികളാക്കാൻ നിനക്ക് സാധ്യമല്ല. മാത്രവുമല്ല,
പിശാചിന്റെ പണിയാളുകൾ ഏത് സമയത്തും മനുഷ്യരോടൊപ്പമുണ്ട്. മനുഷ്യർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരോടൊപ്പം ഒരു പിശാചിന്റെ കൂട്ടാളിയുണ്ട്, ഒരു ജിന്നുകളിലുള്ള കൂട്ടാളി. ആ മനുഷ്യനോടൊപ്പം അവനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ അവരെ ആ വഴികേടിൽ നിന്നും നേരത്തെ തന്നെ രക്ഷിക്കാൻ അള്ളാഹു ബാധ്യതപ്പെട്ട ആളല്ലേ, സൃഷ്ടാവല്ലേ? ആ പൈശാചികമായ വലയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പടച്ചവന് സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ. ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിവരമില്ലാത്ത ടീം. ഇവർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ, ഇവരെ പക്ക അഭിനയിക്കുവാണ് വിവരം ഇല്ലെന്ന്. അടുത്തെണ്ണം കേട്ടോ. അവരുടെ ബൈലോയില് അവരുടെ സക്കാത്തിന്റെ, അത് ഇസ്ലാമിയെ കുറിച്ചിട്ടാണ്, അത് വേറെയാണ്. ഇനി ശരീഅത്ത് കോടതി ഇവിടെ പ്രവർത്തിക്കും. ഇത്തവണ നമ്മൾ ശരീഅത്ത് നിയമപ്രകാരം ആ മുസ്ലിങ്ങളെ ശിക്ഷിക്കും. ബംഗ്ലാദേശിൽ മുസ്ലിം മൗലികവാദി കൊലവിളി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അതിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ഈ രാജ്യത്തിന് ഇനി ഒരു റാലി നടക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കെതിരെ പരസ്യമായാണ് കൊലവിളി ഉയർത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇനി ശരീഅത്ത് കോടതി ഇവിടെ പ്രവർത്തിക്കും. വിശദമായ ഈ വീഡിയോ ഹിന്ദു വോയിസ് എന്ന ഹാൻഡിൽ വഴിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ വീഡിയോ എവിടെ നിന്നുള്ളതാണെന്ന് വ്യക്തമല്ല. എന്നാൽ വൈറലായ വീഡിയോയിൽ ഇനി മുതൽ ബംഗ്ലാദേശിൽ ശരീഅത്ത് നിയമവും ശരീഅത്ത് കോടതികളും മാത്രമേ ബാധകമാകൂ എന്ന് ഇസ്ലാമിക മതം. അതുപോലെ ഒരു ബംഗ്ലാദേശ് ഈ കേരളത്തിലും ഉണ്ടാക്കാൻ ഈ മത മേലധ്യക്ഷന്മാര് നമ്മുടെ നാട്ടിൽ കുറേ ആയി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബംഗ്ലാദേശിൽ ഇവർക്കത് ശ്രമിക്കാം, പാകിസ്ഥാനിൽ ശ്രമിക്കാം, അഫ്ഗാനിസ്ഥാനിൽ ശ്രമിക്കാം. ഫ്രാൻസിൽ ചെന്നിട്ടും ഇവരിത് ചെയ്താൽ എന്തോ ചെയ്യും? ബുദ്ധിയില്ലല്ലോ, ചിന്തിക്കാൻ എന്തെങ്കിലും പറ്റണ്ടേ? ഇത് നമ്മൾ വലിഞ്ഞു കയറി വന്ന ഒരു നാടാണ്. ഇവിടെ നമ്മൾ മര്യാദയ്ക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് ചിന്തിക്കാൻ ഇവർക്ക് പറ്റണ്ടേ? അതിനുള്ള ബുദ്ധി ഇല്ലല്ലോ. സ്ഥലം കൊടുത്തിട്ട് ഒട്ടകം ഉടമയെ പുറത്താക്കിയ കഥ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കാറുണ്ട്. ഒട്ടകത്തിന് വാസസ്ഥലം കൊടുത്തിട്ട് ഒട്ടകം ഉടമയെ പുറത്താക്കിയ കഥ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കാറുണ്ട്. അതിനേക്കാളൊക്കെ എത്ര ഭയാനകമാണ് യൂറോപ്പിന്റെ അവസ്ഥ. പുറത്താക്കുക മാത്രമല്ല, ഒന്ന് പുറത്താക്കുകയാണ് അവർ ഇടം കൊടുത്തവർ ഇപ്പോൾ ചെയ്യുന്നത്. ദിവസവും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ ലോകത്തിന്റെ ഉയർന്ന മാനവികതയെ ചൂഷണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി അവിടെ അഭയം തേടിയെത്തിയവർ ഇപ്പോൾ ആയുധം കയ്യിലെടുത്ത് അള്ളാഹുവിന്റെ നാമം ദുരുപയോഗിച്ചുകൊണ്ട് ചോര വീഴ്ത്തുകയാണ്. ഏറ്റവും സങ്കടകരമായ വസ്തുത, ഈ ഭീകരാക്രമണങ്ങൾ നടത്തുന്നവരെല്ലാം അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഭയം സൃഷ്ടിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നതാണ്. അള്ളാഹു അക്ബർ എന്നാൽ ദൈവം വലിയവനാണ് എന്നാണ് അർത്ഥം. അള്ളാഹു അക്ബർ എന്ന വാക്കു കേൾക്കുമ്പോൾ അതൊരു കൊലപാതകത്തിന്റെ സൂചനയായി സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന തരത്തിൽ ഈ ഭീകരവാദികൾ ഈ പദം ദുരുപയോഗിക്കുന്നു. ഇന്നലെയും നടന്നു അത്തരമൊരു ക്രൂരമായ ആക്രമണം. അനേകം ഭീകരാക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള ഫ്രാൻസിലായിരുന്നു ഇന്നലത്തെ കത്തിക്കുത്ത്. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭീകരൻ കത്തുകൊണ്ട് ആളുകളെ കുത്തിക്കൊല്ലുന്നത് പതിവായിരിക്കുകയാണ്. ഇവരൊക്കെ കുത്തുന്നതിന് മുൻപ് അള്ളാഹു അക്ബർ എന്ന് വിളിക്കും എന്നതാണ് ഏറ്റവും സങ്കടം. ഇന്ന് മനുഷ്യനെ കൊല്ലാൻ ഒരുപാട് നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവര് കത്തിയും വാളും ഒക്കെ തന്നെ തെരഞ്ഞെടുത്ത് കഴുത്തിൽ തന്നെ അത് വയ്ക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഭയപ്പെടുത്താൻ. ജോസഫ് മാഷിനോട് ഇവർ ഇത്രയും ക്രൂരത ചെയ്തത് എന്തിനാ? ഭയപ്പെടുത്താൻ. ആ സവാദിന് ഇവര് 10 വർഷം കണ്ണൂരിൽ സംരക്ഷണം ഒരുക്കി മാസപ്പടിയും കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് 2 മക്കളുമൊക്കെയായി ആരുമില്ലാത്ത സവാദിന് ഇഷ്ടം പോലെ ബന്ധുക്കളായി, സംരക്ഷിക്കാൻ ആളായി. എന്തിനാ? ഇസ്ലാമിനെതിരെ ആര് തിരിഞ്ഞാലും അവർക്കെതിരെ സകലമാന മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നതിനെ പ്രതിരോധിക്കണം. അത് നമ്മുടെ മതപരമായിട്ടുള്ള ബാധ്യതയാണ് എന്നവര് പഠിപ്പിക്കുമായിരുന്നു.
കാര്യം ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അതിർത്തി പ്രദേശമായ ഫ്രാൻസിലെ മൽഹൌസിലായിരുന്നു ഇന്നലെ ആക്രമണം ഉണ്ടായത്. 37 വയസ്സുള്ള ഒരു അൾജീരിയക്കാരനാണ് ഇന്നലെ കൊലക്കത്തി കയ്യിലെടുത്തത്. ഇയാളുടെ നിലപാടുകൾ പോലീസ് കഴിഞ്ഞ കുറെ കാലമായി വീക്ഷിക്കുകയും ഇയാൾക്കെതിരെ ഭീകരൻ എന്ന നിലയിൽ ചില കുറ്റകൃത്യങ്ങൾ ചുമത്തുകയും ജുഡീഷ്യൽ കസ്റ്റഡിയുടെ ഭാഗമായി കൃത്യമായ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുന്ന ആളാണ്. അതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവെക്കാൻ വന്നപ്പോഴായിരുന്നു അയാൾ കത്തി കയ്യിലെടുത്തതും പോലീസുകാരെ കുത്തിയതും. 5 പേർക്ക് നേരെയാണ് ആദ്യം അയാൾ കുത്തിയത്. 2 പോലീസുകാരുടെ നില ഗുരുതരമാണ് എന്ന് റിപ്പോർട്ടുണ്ട്. 3 പോലീസുകാർക്ക് നിസ്സാര പരിക്കാണ്. കൂടാതെയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ ഇയാൾ കുത്തിക്കൊന്നത്. ഒരാളെ കൊന്നു തള്ളി 5 പോലീസുകാരെ കുത്തി, അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ വന്ന ഭീകര ലിസ്റ്റിലുള്ള ആളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഓർക്കണം. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ സ്ഥലത്തെത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇത് ഭീകരാക്രമണമാണ്, ഫ്രാൻസിന്റെ മണ്ണിൽ ഭീകരാക്രമണം വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പതിവ് പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം, 2015 മുതൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അനേകം പേരാണ് ഫ്രാൻസിൽ ഭീകരാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. ഫ്രാൻസ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഭീകരാക്രമണമായിരുന്നു പാരീസിൽ 130 പേരുടെ ജീവനെടുത്ത ആക്രമണം. ഏറെ വൈകാതെ 90 പേരുടെ ജീവനെടുത്ത മറ്റൊരു ഭീകരാക്രമണം കൂടി പാരീസിൽ നടന്നു. അതിനുശേഷമായിരുന്നു പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചു എന്നാരോപിച്ച് ചാർലി ഹെബ്ഡെ എന്ന പത്രം ഓഫീസിൽ കയറി മാധ്യമപ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും അടക്കം 17 പേരെ വധിച്ചത്. പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന 86-കാരനായ ഒരു വൈദികനെ പള്ളിക്കകത്ത് കയറി കുർബാന മധ്യയെ കഴുത്തറുത്ത് കൊന്നത് ഫ്രാൻസ് ഒരിക്കലും മറക്കാത്ത ദുരന്തമാണ്. അങ്ങനെ 2015 മുതൽ അനേകം ഭീകരാക്രമണങ്ങൾ. ആ ഭീകരാക്രമണ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഈ അൾജീരിയക്കാരൻ അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് നടത്തിയത്. ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കയിടത്തും ഇത്തരം ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ബെർലിൻ ഹോളോകോസ്റ്റ് സ്മാരകത്തിന് മുമ്പിൽ വെച്ച് ഒരു സ്പാനിഷ് ടൂറിസ്റ്റിനെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് 19-കാരനായ സിറിയൻ അഭയാർത്ഥിയായിരുന്നു. അല്ലാഹു അക്ബർ വിളിച്ച് ആ 19-കാരനും ഭീകരാക്രമണം തന്നെ നടത്തി. സകല ജൂതന്മാരെയും തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ആ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച, അതായത് ഫെബ്രുവരി 15-നായിരുന്നു ഓസ്ട്രിയയിൽ ഒരു 14-കാരിയെ ഒരു സിറിയൻ അഭയാർത്ഥി കൊന്നു തള്ളിയത്. ഇത്തരം ഒരുപാട് ദുരന്തങ്ങൾ ഈ നാളുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പ് ആകപ്പാട് ആശങ്കയിലാണ്. ആരും സുരക്ഷിതരല്ല എന്ന ബോധം അവരെ അലട്ടുന്നു. ഇതിന്റെ പ്രതിഫലനം യൂറോപ്പിലെ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ ചേർത്ത് നിർത്തിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഭയാശങ്കയിലാണ്. നാസി ആശയങ്ങൾ പേർന്ന വലതുവംശീയ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയെല്ലാം വേര് പിടിക്കുന്നു. ഇന്ന് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് പ്രതിഫലനം ഉണ്ടാവും. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേവലം 15% വോട്ടോടെ 3ാമതാകുമെന്നാണ് റിപ്പോർട്ട്. 1ാമതെത്താൻ പോകുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും. 29.7% പിന്തുണ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി പോലെ, അമേരിക്കയിലെ ലേബർ പാർട്ടി പോലെയാണ് ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി. എന്നാൽ ആ പാർട്ടിക്കും ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല. പകരം ജർമ്മനിയിൽ അടുത്ത കാലത്ത് മാത്രം ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലും ഈ ചെറിയ ഇടക്കാലയളവിൽ കണ്ടുവരുന്നത്. എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാം, മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു തെമ്മാടിത്തത്തെ സംബന്ധിച്ചും നമ്മൾ പബ്ലിക്കിനോട് സംസാരിക്കരുത്, നമ്മൾ അഡ്രസ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഒറ്റപ്പെടും. അതുകൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്താൻ മുമ്പൊക്കെ ഇസ്ലാമിന്റെ ഇത്തരം ഇസ്ലാമിക രാഷ്ട്രവാദത്തെയും ജനാധിപത്യ വിരുദ്ധതയെയും ഒക്കെ കുറിച്ച് ശക്തമായ രൂപത്തിൽ സംസാരിച്ചിരുന്ന ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ മുസ്ലിം പ്രീണനത്തിന്റെ കീഴിലായിരിക്കുന്നു. കാരണം എന്താ? മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇസ്ലാമിനെ എതിർത്താലോ ബുദ്ധിമുട്ടാണ്, നിലനിന്നു പോകാൻ പ്രയാസമാണ്. ഇസ്ലാമിനെ പ്രീണിപ്പിച്ചാൽ വ്യൂവേഴ്സ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും, പണം കിട്ടും, പദവി കിട്ടും, പോപ്പുലാരിറ്റി കിട്ടും. പക്ഷേ ഇസ്ലാമിനെ വിമർശിച്ചാൽ ജീവന് പോലും ഭീഷണിയാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ രൂപത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഈ നാട്ടിൽ. അതുകൊണ്ട് തൽക്കാലം അവരെ ഒന്ന് പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങനെ നിർത്തുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേടന്റെ ഒക്കെ വിഷയത്തിൽ ശക്തമായിട്ട് അപലപിച്ചു കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്നറിയാമോ? യാസർ അറഫാത്തിനെ പൊക്കിപ്പിടിച്ച് മുസ്ലിങ്ങളെ സുഖിപ്പിച്ച്
എങ്ങനെയാണ് വേടൻ ഇത്രയധികം ഫാൻസുകളെ ഉണ്ടാക്കിയെടുത്തത്? ഈ വേടനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് മുസ്ലിങ്ങളായിരുന്നു. എന്തിനേറെ പറയുന്നു, ഉസ്താദുമാർ പോലും വേടനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടില്ലേ? ഇന്നിപ്പോ വേടനെ സംബന്ധിക്കുന്ന വാർത്ത കേട്ടിരുന്നു. ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. പിന്നെയും വിവാദങ്ങളിൽ നിറഞ്ഞല്ലോ ആള്. ഹിരൺദാസ് മുരളി, ആദ്യം അവനെ പിടിക്കുന്നതും അതിൽ തന്നെയാണ്. ഇപ്പൊ ബലാത്സംഗത്തിനും പിടിച്ചിട്ടുണ്ട്. വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. സോഷ്യൽ മീഡിയ വീണ്ടും അത്തരം വിഷയങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ ഈ സെക്ഷുവൽ ഹരാസ്മെന്റ് ഇയാൾ നടത്തി എന്നത് നമ്മൾ കണ്ടില്ലേ ഒരു വാർത്ത? വുമൺ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെക്ഷുവൽ ഹരാസ്മെന്റ് 2021 ജൂണിൽ പങ്കുവച്ച വേടനെതിരെയുള്ള മീ ടു ആരോപണമായിരുന്നു അത്. മദ്യലഹരിയില് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു എന്നും തന്നെ പീഡിപ്പിച്ചു എന്നും ഒരു പെൺകുട്ടി ആരോപിക്കുന്നു. അങ്ങനെ സുഹൃത്ത് വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പ്രചാരണം വന്നത്. ഇതിന് സമാനമാണ് കൊച്ചിയില് പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസും സംഭവിക്കുന്നത്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ക്വട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുമത്രേ. പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇയാൾക്കൊരു രീതിയാണെന്ന്. ലൈംഗിക ബന്ധത്തിന് എതിരാളി താല്പര്യമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും അതിനുവേണ്ടി സമീപിക്കുമത്രേ. ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് കൂട്ടുകാരോട് കള്ളം പറയും തുടങ്ങിയ ആരോപണങ്ങളാണ് വുമൺ എഗെയിൻസ്റ്റ് സെക്ഷുവൽ ഹരാസ്മെന്റിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ വേടനെതിരെ ആരോപിച്ച് രംഗത്ത് വരുന്നത്. അതുപോലെ സംവിധായകനായിട്ടുള്ള മുഹ്സിൻ പരാരി, അയാളുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന ഒരു സംഗീത ആൽബത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വേടനെതിരെ മീ ടു ആരോപണം ഉയരുന്നത്. അതിന് പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ പോലും നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. മുഹ്സിൻ പരാരി തന്നെ അത് അറിയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ പുറത്തു വന്നു. പിന്നീട് വേടൻ മാപ്പ് പറയുന്നു. ഈ പോസ്റ്റ് നടി പാർവതി തെരുവോത്ത് അവര് ലൈക്ക് ചെയ്തു, വിവാദമായി. അങ്ങനെ പിന്നീട് കേരളീയ മാസികയില് വേടൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ അഭിമുഖം വന്നു. ഈ അഭിമുഖം വായിച്ച യുവ ഡോക്ടറാണ് വേടനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിനകത്ത് മാസികയിലെ എല്ലാ കാര്യങ്ങളും ആ ലേഖനത്തിൽ പൂർണ്ണമായിട്ടുമുണ്ട്. കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസിൽ പ്രതിയാണ് ഇയാള്, റാപ്പർ ഹിരൺദാസ് മുരളി. ഇയാൾക്ക് നേരെ ഉയർന്ന മീ ടു കേസുകൾ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് എന്നാണ് ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ. അപ്പൊ ഇതിനെ നമുക്ക് എല്ലാവർക്കും കൃത്യമായ രൂപത്തിൽ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വിഷയത്തില് നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ ഉണ്ടല്ലോ, അദ്ദേഹം ചില കാര്യങ്ങള് പറയും. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടും അല്ലെ, അല്ല വീഴ്ചയുടെ ആഘാതം കൂടും അല്ലെ, എന്ത് ബലായോ ആവട്ടെ. നോക്കാം. കൂട്ടിലാകാനുള്ള ലക്ഷണത്തെ കണ്ടുപിടിച്ചു. വേടൻ കൂട്ടിലാകാനുള്ള ലക്ഷണത്തെ കണ്ടുപിടിച്ചു. കൂട്ടിക്കേറണം, കേറേണ്ടവനാണെങ്കിൽ ഡോക്ടറാണ്, അല്ലാതെ വിവരമില്ലാത്തതോ 5ാം ക്ലാസ് മുസ്ലിം പഠിച്ചതൊന്നും അല്ല. ഒരു ഡോക്ടർ ആണ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിച്ച് പരാതി കൊടുത്തു. ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്യണം. തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പലരും വളരെ ഒരു പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് കുതിച്ചു കഴിയുമ്പോൾ, പണമൊക്കെ ആയി തുടങ്ങി കഴിയുമ്പോൾ, ആരാധക വൃന്ദങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ മുൻകാലങ്ങളൊക്കെ അഹങ്കാരവും ഉണ്ടാവും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പരിചയങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും കൊടുക്കില്ല. ആ രീതിയിൽ പോകും. മാത്രമല്ല ഇത് കൂടുതൽ വെട്ടിപ്പിടിക്കുമ്പോൾ ഇനി പുതിയ ആളുകൾ കൂടെ വരുമല്ലേ. അപ്പൊ എനിക്കെന്തിനാ ഇത് വെള്ളത്തിലേക്ക് ഒതുങ്ങുന്നത്? ഫോളോവേഴ്സ് കൂടുമല്ല. അതെ, നമ്മൾ ഇനിയും റാപ്പർ വേടൻ എന്നത് മാറ്റി റേപ്പിസ്റ്റ് വേടൻ അല്ലെ, പ്രേമരാജൻ. അതെ, ഇന്ന് ഒരു തോന്നൽ വരും. ഇത് സിനിമാ താരങ്ങൾക്ക് ഉണ്ടാവുന്ന വലിയ പ്രശ്നമാണ്. പല സിനിമാ താരങ്ങൾക്കും മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പോ ഈ വേടൻ എന്ന് പറയുന്ന ആള് പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരാളാണ് റാപ്പർ. ഈ വേടനെ എനിക്ക് പണ്ട് വലിയ പരിചയമില്ലായിരുന്നു, മനസ്സിലായില്ലായിരുന്നു. പക്ഷെ വേടനെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പിന്നെ അയാൾ എഴുതുന്ന, അയാൾ പറയുന്ന ഈ വാചകങ്ങൾ, അത് കവിതകൾ എന്ന് പറഞ്ഞാൽ അത് കവിതയൊന്നും അല്ലത്, കവിതയാണോ കഥയാണോ പ്രഭാഷണമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും പുള്ളി കളിക്കുകയും ചെയ്യും. മിക്കവാറും ഷർട്ടില്ലാതെ ചെയ്യുള്ളൂ. എന്നാൽ അതിന്റെ ആ എഫക്ട് വരുമ്പോൾ മുടി വേണം, താടി വേണം, ഒക്കെ ഉണ്ട്. ഈ രീതിയിലൊക്കെ. പിന്നെ അതിന്റെ കൂടെ പണ്ട് കഞ്ചാവ് വന്നപ്പോ വേടൻ ഒന്ന് പിടിയിലായി. പക്ഷെ അവിടെ പിഴച്ചത് എന്താണെന്നറിയോ? വനം വകുപ്പ് കയറി കുടിനകം പറഞ്ഞുകൊണ്ട് കേസെടുത്തതാണ്. പുലിപ്പല്ലി പറഞ്ഞുകൊണ്ട് കേസെടുത്തതാണ് വനം വകുപ്പിന് പിഴച്ചത്. അപ്പം
ആദ്യം വനം വകുപ്പിനെ അനുകൂലിച്ച് വനം വകുപ്പ് മന്ത്രി പറഞ്ഞു തരും, പെട്ടെന്ന് വനം വകുപ്പ് മന്ത്രിയുടെ കാര്യം മാറി കേട്ടോ, പെട്ടെന്ന് കാര്യം മാറി. നോക്കുമ്പോൾ ഇത് ഒന്ന് ക്യാഷ് ചെയ്യാം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നി. പിന്നെ അവരുടെ മീറ്റിങ്ങുകളിലെല്ലാം വേറെ പിടിച്ചോണ്ട് പോവുക. അപ്പൊ അവിടെ അനിയന്ത്രിതമായിട്ടുള്ള ആൾക്കൂട്ടം ഉണ്ടാവും. അതെല്ലാം കൂടുതൽ ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമ്മുടെ പണ്ടത്തെ പാട്ടുകളോ അതൊന്നും നല്ല ഇഷ്ടം. അത് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. എനിക്കൊക്കെ ചന്ദ്രയിൽ എഴുതുന്നു ചന്ദ്രകാന്തം ഇഷ്ടമാണെങ്കിൽ ഇന്നത് കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പിള്ളേർ കേൾക്കും? അത് കേൾക്കത്തില്ല. ഞാൻ പാട്ടൊക്കെ നോക്കുമ്പോൾ കാരണത്തായാലും ശരി, ഈ കുട്ടികൾ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഉൾപ്പെടെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്ത് വെച്ചുതരാം, അവർക്ക് ഇഷ്ടമുള്ളത് വെച്ചോളാൻ പറയും. പാട്ടൊന്നും അല്ല വെക്കുന്നത്, അർത്ഥമൊന്നും ഇല്ലാത്ത പല വരികൾ. പക്ഷേ ഈ വേടന്റെ ഈ ചില പ്രഖ്യാപനങ്ങളും വരികളും ഒക്കെ ഞാൻ വായിക്കാനിടയായി. അത് വളരെ ചിന്തോദീപകമായിട്ടുള്ള വരികൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ആ സമ്പ്രദായങ്ങൾ, ലോകത്ത് തന്നെ അധക്ഷരതയോട് കാണിക്കുന്ന അവഗണന, ഇതിനെയൊക്കെ ഒരു തീപ്പൊരിയുടെ മട്ടിൽ തന്നെ ഉയർത്തുന്ന വരികൾ വേടന്റെ വരികളിലേക്ക് വരുന്നത്. അത് ശരിയാണ്, അതൊക്കെ അഭിനന്ദിച്ചേ മതിയാവും, ഒരു കുറ്റമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാര്യം അതല്ല. ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പീഡനമാണ്. ബലാത്സംഗ കേസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അത് പറയുന്നത് എന്താ കാര്യം പറയും, ഇത് പലപ്പോഴും നമുക്ക് തോന്നും ഒരു പെൺകുട്ടിയെ വശീകരിച്ച്, അതായത് അതിനടുത്ത് പറയാ, പിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, നമുക്ക് വിവാഹിതരാകാം എന്ന് പറഞ്ഞ് ഉള്ള കാര്യം പ്രസ്താവിക്കുക. അതിനുശേഷം അതിനെ ആ വാഗ്ദാനത്തിന്മേൽ ലൈംഗിക വൃത്തിക്ക് ഇടയാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിന് കാര്യമുള്ള അതൊക്കെ അന്നത്തെ കാര്യത്തിൽ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് പൊടിയിലൊക്കെ പോകുന്ന ചില മാന്യന്മാരുണ്ട്. അത് യഥാർത്ഥ ബലാത്സംഗമാകും. എന്നാൽ നേരെ മറിച്ചൊരു വിവാഹിതയായ സ്ത്രീ ഇതേപോലെ ഒരു പയ്യനുമായിട്ട് അടുത്ത് അവൻ അങ്ങനെ എന്നെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ അവന്റെ കൂടെ വെറുതെ പോയതാണ്, രോഗമാണ് അത് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി നിശ്ചിതമായിട്ട് വിമർശിച്ച നമുക്കല്ലേ. അതായത് 10-20 തവണ കാശ്മീരിലും അവിടെ ഇവിടെയൊക്കെ അവന്റെ കൂടെ പോയിട്ട് ഈ പറയുന്നത് അവൻ എന്നെ പീഡിപ്പിച്ചു എന്നാണ്. അതൊന്നും പറഞ്ഞ് നിൽക്കുന്നതായില്ല. പിന്നെ അത് വിവാഹിതയ്ക്ക് ഒരു പ്രത്യേക ഇതും കൂടെ ഉണ്ട്. മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അവൻ എന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഈ അതായത് ഇതുപോലുള്ള ഒരു ലൈംഗിക വീഴ്ചയ്ക്ക് കൺസെന്റ് വേണം പെണ്ണിന്റെ. ആ കൺസെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് സമ്മതം. ആ കൺസെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കൺസെന്റ് എന്ന് പറയുന്നത് കൺസെന്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ when it is not hit by fraud, coercion or undue. അതായത് ഈ സമ്മതം എന്ന് പറയുന്നത് യഥാർത്ഥ മനസ്സോടുകൂടിയുള്ള ഒരു സമ്മതമായിരിക്കണം, അല്ലാതെ ഞെട്ടിപ്പിടിപ്പിച്ച സമ്മതമാവാൻ പാടില്ല. അതായത് വഞ്ചന, ചതി, ഇതിലൂടെ നേടിയെടുക്കുന്ന സമ്മതം എന്ന് പറയുന്ന സമ്മതമല്ല. പിന്നെ അതായത് ഭീഷണിപ്പെടുത്തി സൗഹൃദം ആദ്യം, പിന്നീട് പ്രണയം, അല്പം കഴിയുമ്പോൾ സെക്സ്. സാമാന്യം സെക്സ് അല്ല, അദ്ദേഹത്തിന് ക്രൂരമായിട്ടൊരു സെക്സ്. ആർത്തി തീരെ സെക്സ് ചെയ്യുക, അതിനുശേഷം വലിച്ചെറിയുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ രീതി. ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹത്തിന് ഇനിയും ജിബിരിയിൽ കുഫൈത്ത് വല്ലതും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടോ എന്നാ. 40 പുരുഷന്റെ കുതിരശക്തിയൊക്കെ കിട്ടുന്ന കുഫൈത്തില്ലേ, അത് നബിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും. നമ്മളൊരൊറ്റ നിലപാടിലേ നിൽക്കൂ. സത്യത്തിന്റെ ഭാഗം എന്താണോ ആ നിലപാടിൽ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കും. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ജാതി വിവേചനങ്ങൾ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വീണ്ടും അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരെ നിൽക്കും. നമുക്കതാണ് ശക്തമായിട്ട് പറയാനുള്ളത്. സ്വന്തം നാടിനെ തള്ളി പറഞ്ഞു. അതെ, സമയേറെയായി. അപ്പൊ നമുക്ക് വെച്ചേക്കാം. ഗുഡ് നൈറ്റ്. റെനി പോയാലോ? പുരുഷോത്തം ഹായ്. സുധേ, അതിന് സൃഷ്ടികളെ മക്കളായിട്ട് പടച്ചോന് കാണാൻ പറ്റും. പടച്ചോൻ കളിയൊക്കെ, മക്കളുടെ കളിയൊക്കെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി കാണാൻ പറ്റും. എന്താ റെനി പറയുന്നത്? മക്കളാണെന്നൊക്കെ കരുതാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അടിമയാണെന്ന് പറഞ്ഞത്. അടിയമയാകുമ്പം കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഗുഡ് നൈറ്റ്, പോയേക്കാം. സമയം ഒരുപാടായി. പ്രേമരാജൻ ഓക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞാലേ ഞാൻ കണ്ടില്ല. ഓക്കെ ഗുഡ് നൈറ്റ് ബാബു.